സട്ടാവായ തമ്പുരാൻ തന്നെ സെട്ടിപൂജയെ ന്യായീകരിക്കുന്ന പിൽക്കാലഘട്ടത്തിലെ വചനങ്ങളുമായി ഒത്തുപോകുന്നതല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന കാര്യമാണിത്. ആ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞു കേനോപനിഷത്തിൽ പഠിപ്പിക്കുന്ന വചനം. കേനോപനിഷത്തിൽ 1-ാം അധ്യായത്തിൽ 6-7 വചനങ്ങളിലുള്ള സിദ്ധാന്തം യച്ചു ശാന പശ്യതി യേന ചശ്യംഷി പശ്വതി തദേവ ബ്രഹ്മത്വം വിധി നേതം യതിതമുപാസതേ. എന്തിനെയാണോ നീ കണ്ണുകൊണ്ട് കാണാത്തത്, എന്നാൽ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്നത് ആരാണോ അവനാണ് ബ്രഹ്മമെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ കാഴ്ചക്ക് വിധേയമാകുന്ന വസ്തു ബ്രഹ്മമല്ല. യശ്രോത്രേണ ന ശൃണോതി യേന ശ്രോത്രമിതം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസ്യത്തെ. എന്തിനെയാണോ നിന്റെ കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്തത്, എന്നാൽ കാതുകൾക്ക് കേൾവിശക്തി നൽകുന്നത് ആരാണോ അവനാണ് ബ്രഹ്മമെന്ന് നീ മനസ്സിലാക്കുക. നീ കേൾക്കുന്നത് ഒരിക്കലും ബ്രഹ്മമല്ല. അതേപോലെ തന്നെ പരബ്രഹ്മത്തിൻ്റെ സട്ടാവായ തമ്പുരാന്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്ന ഒരുപാട് വചനങ്ങൾ. തമേശ്വരാണം പരമം മഹേശ്വര താം ദേവതാനാം പരമം ച ദൈവതം പതിം പദീനാം പരമം പരസ്താത് വിധാമദേവം ഭുവനേശമീഡ്യം. എല്ലാ ഈശ്വരന്മാരുടെയും ഐശ്വര്യത്തിൻ്റെ ദാതാവ്, എല്ലാ ദേവഗണങ്ങളുടെയും അത്യുന്നതനായ ദേവൻ, എല്ലാ പതികൾക്കും ഉള്ള സകല ആധിപത്യത്തിൻ്റെയും ഉടമസ്ഥൻ, ആ ദേവനെ, ആ പരമനായ പടച്ചവനെ നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. ഇത് പറയുന്നത് ശ്വേതശതരോപനിഷത്താണ്. പറഞ്ഞു വരുന്നത് ഇങ്ങനെ വളരെ കൃത്യമായി അത്യുന്നതനായ പടച്ചവനെ, ഇന്ദ്രിയങ്ങൾക്ക് അതീതനായ തമ്പുരാനെ, അവൻ ഏകനാണ് എന്നുള്ള തത്വം കൂടി വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു. അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. അത് വേദങ്ങൾ പല സമയത്തും പറയുന്നതാണ്. ഇത് വേദവചനങ്ങളെ നമ്മൾ ആരെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യുന്നതല്ല, മറിച്ച് ഈ വേദവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഉള്ള ഹൈന്ദവത എന്ന് പറഞ്ഞാൽ ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കുന്ന ആശയമാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് വേദ സംഹിതകളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന മഹർഷി ദയാനന്ദ സരസ്വതി രംഗത്ത് വന്നത്. ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശത്തിൽ വളരെ കൃത്യമായി വിഗ്രഹാരാധനയെയും സൃഷ്ടിപൂജയെയും ഗണ്ണിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം യജുർവേദത്തിൽ നിന്നും അതേപോലെ തന്നെ ഈ യജുർവേദത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അന്ധം തമഹ പ്രവിശന്ധിയെ സംഭൂതിമുപാസതേ തതോ ഭൂയ ഇവതേ തമം സംഭൂദ്യാം രഥഃ. നിങ്ങൾ അന്ധകാരത്തിലാണ് പതിക്കുക, നശ്വരങ്ങളായ ദേവ പിതൃ മാനവാദികളെ ഉപാസിച്ചാൽ ഉപാസിക്കപ്പെടേണ്ടത്, ആരാധിക്കപ്പെടേണ്ടത് അനശ്വരനായ പരമാത്മാവ് മാത്രമാണ്. ഇത് യജുർവേദത്തിലെ 32-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വചനം. ഇത് തന്നെ നമുക്ക് ഉപനിഷത്തുക്കളിൽ ഈശാവാസ്യ ഉപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമായും കാണാൻ കഴിയും. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വചനങ്ങളുണ്ട്. പക്ഷേ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ മറ്റ് ബഹുദൈവാരാധനയിലേക്ക് ക്ഷണിക്കുന്ന ഒരുപാട് വചനങ്ങൾ, അവ തമ്മിൽ വൈരുദ്ധ്യങ്ങൾ, സംഘട്ടനങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇവിടെ നമ്മളിത് പറയുമ്പോൾ ആത്യന്തികമായി ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയം എന്താണ് എന്ന് അപഗ്രഥിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അതാണ് അതിൻ്റെ അടിത്തറ. അത് നമ്മൾ മനസ്സിലാക്കുക. ഏകദൈവ വിശ്വാസം നിലനിന്നിരുന്ന ഒരു സമൂഹം ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നും ആ ഏകദൈവ വിശ്വാസം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന തലത്തിലുള്ള ഏകദേശം അതിന് സമാന്തരമായിട്ടുള്ള, അതിന് തുല്യമായിട്ടുള്ള ഏകദൈവ വിശ്വാസം തന്നെയായിരുന്നു എന്നും സൂചിപ്പിക്കുന്നതാണ് ഈ വചനങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ
ഹിന്ദു മതം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും മാത്രം ഉൾക്കൊള്ളുന്നതാണ് എന്നല്ല. ഇന്ന് നിലനിൽക്കുന്ന ഹിന്ദു മതം എന്ന് പറയുമ്പോൾ ഒരുപാട് ആരാധനാ സമ്പ്രദായങ്ങളുള്ള ഒരുപാട് ദർശനങ്ങൾ ഒന്നായിട്ട് സമ്മിശ്ര സങ്കലിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ഒരാശയമാണ് എന്ന് നാം മനസ്സിലാക്കുക. സഹോദരിയുടെ രണ്ടാമത്തെ ചോദ്യം മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് പുനർജന്മത്തെയാണ് ആസ്തിക ദർശനങ്ങൾ പറയുന്നത് എന്നാണ്. അത് എൻ്റെ സുഹൃത്ത് സുബൈർ പീഡിയക്കൽ അദ്ദേഹം അക്കാര്യം വിശദീകരിച്ചു. അസ്സലാമു അലൈക്കും. സഹോദരിയുടെ ചോദ്യം ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് പുനർജന്മ സങ്കല്പവുമായി ബന്ധപ്പെട്ട വിശ്വാസവും അരംഗത്തുൽ ഇസ്ലാമിൻ്റെ വീക്ഷണവും എന്താണ്? വളരെ പ്രസക്തമാണ് ചിന്ത. യഥാർത്ഥത്തിൽ പുനർജന്മ വിശ്വാസം അല്ലെങ്കിൽ പുനർജന്മ ചിന്ത തന്നെ കടന്നു വരുന്നത് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ ആധികാരികമായ അറിവുള്ള, പ്രത്യേകിച്ച് ആ രംഗത്ത് വളരെ കനപ്പെട്ട ഒരു കൃതിയുടെ ഉടമയായ രാഹുൽ സംകൃത്യായത്തിൻ്റെ വിശ്വദർശനങ്ങളിൽ 552 വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, പേജിൽ വായിക്കാൻ കഴിയുന്നത്, പൗരാണികരായ ഋഷിവര്യന്മാർ സ്വർഗ നരകങ്ങളിലുള്ള വിശ്വാസമായിരുന്നു അവരെ നയിച്ചിരുന്നത്. കാലാന്തരത്തിൽ ഇത്തരത്തിലുള്ള പുനർജന്മ ചിന്തയിലേക്കും വീക്ഷണങ്ങളിലേക്കും തെന്നിപ്പോയി എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. നേരത്തെ ഇവിടെ വിശദീകരണത്തിൽ തന്നെ സ്വർഗ നരകവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണങ്ങൾ നിങ്ങൾ കേട്ടു. സ്വർഗമുണ്ട് എന്നും നന്മകൾ ചെയ്ത ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗലോകത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് വളരെ കൃത്യമായി കഠോപനിഷത്തിലെ പ്രഥമവല്ലിയിലെ പ്രഥമാധ്യായത്തിലെ 12 വചനത്തിലും അതേപോലെ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 37 വചനത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള സൂചനകളും, അതേസമയം തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ചും മഹാനാശത്തെക്കുറിച്ചും ഈശാവാസ്യോപനിഷത്തിന്റെ 3-ാമത്തെ വചനവുമെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ചുരുക്കത്തിൽ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ മരണശേഷം അവന്റെ കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന സ്വർഗ നരക വിശ്വാസവുമായി ബന്ധപ്പെട്ട സൂചനകളാണ്. എന്നാൽ കാലാന്തരത്തിൽ ജനങ്ങൾ വൈദിക കർമ്മകാണ്ഡങ്ങളിൽ നിന്ന് തെന്നിപ്പോയപ്പോൾ അവരെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ജൈവലി രാജാവും ബ്രാഹ്മണനായ ആരുണിയും കൂടെ മുന്നോട്ട് വച്ച ഒരു നവവാദമാണ് പുനർജന്മ ചിന്ത എന്നാണ് രാഹുൽ സംകൃത്യായൻ അദ്ദേഹത്തിന്റെ വിശ്വദർശനങ്ങളിലെ 579 പേജിൽ വ്യക്തമാക്കുന്നത്. പലപ്പോഴും ഇത്തരം വാദത്തിന് തെളിവായി ഇത്തരം വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ഉദ്ധരിക്കാറുള്ളത് ചാന്ദ്യോകോപനിഷത്തിലെ 5-ാം മണ്ഡലത്തിലെ 10-ാം അധ്യായത്തിലെ 7-ാമത്തെ മന്ത്രമാണ്. വളരെ കൃത്യമായി ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളുടെ ഭാഗമെന്നോണം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും അതോടൊപ്പം തന്നെ വൈശ്യനുമായി ജനിക്കുമെന്ന്, നന്മകൾ ചെയ്യുന്നവർ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ. അതേസമയം തിന്മകൾ ചെയ്യുന്നവർ അടുത്ത ജന്മത്തിൽ പന്നിയും പട്ടിയും ചണ്ടാളനുമായി പുനർജനിക്കുമെന്ന വീക്ഷണവും വിശ്വാസവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാനപരമായി സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമായിരുന്നു പൗരാണികരായ ഋഷിവര്യന്മാരെ സ്വാധീനിച്ചിരുന്നതും അത് തന്നെയാണ് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാലാന്തരത്തിൽ ദൈവികമായ കൃത്യമായ ഇത്തരത്തിലുള്ള വീക്ഷണങ്ങളിൽ നിന്ന് വികലമായ വീക്ഷണ വ്യത്യാസത്തിലേക്കും വിശ്വാസരംഗത്ത് വൈകല്യങ്ങളിലേക്കും പോയ ഒരു നവവാദമാണ് യഥാർത്ഥത്തിൽ പുനർജന്മ ചിന്തയും വീക്ഷണവും. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ രംഗത്ത് മുന്നോട്ട് വെക്കുന്നത് നേരത്തെ ഇവിടെ വിശദീകരണത്തിലും മറ്റും സൂചിപ്പിച്ചതുപോലെ ഖുർആനിലെ 3-ാം അധ്യായം ആലി ഇംറാനിന്റെ 185 വചനം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹ അനിൻ നാരി വഅദ്ഖലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാവരും മരിക്കും. മരണം എന്ന സത്യത്തെ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളും സകല മനുഷ്യരും മരണമെന്ന സത്യത്തെ നേർക്കുനേരെ അഭിമുഖീകരിക്കേണ്ടവരാണ്, വിധേയമാകേണ്ടവരാണ്. ആ മരണത്തിന് ശേഷമുള്ള വിചാരണ ദിവസമാണ്, നാളെയുടെ ഉയർത്തെഴുന്നേൽപ്പിലാണ് മനുഷ്യകർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുക, പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക.
അന്ന് ആരാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ചെയ്യുക, അവനാണ് ആത്യന്തികമായ വിജയം നേടിയവൻ, മോക്ഷം നേടിയവൻ, നിത്യജീവനിൽ പ്രവേശിച്ചവൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അഥവാ മനുഷ്യകർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം നൽകപ്പെടുന്ന സ്വർഗ നരകങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി ആധികാരികമായി സംസാരിക്കുന്നത്. ഇവിടെ പക്ഷേ പുനർജന്മവാദവുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇത്തരം നടപടിക്രമങ്ങൾ, ഒരു മനുഷ്യൻ ചണ്ടാളനായി പിറന്നാൽ ആ ചണ്ടാളൻ എന്തൊരു കർമ്മം ചെയ്തിട്ടാണ്, ഏതൊരർത്ഥത്തിലുള്ള തിന്മ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം ചണ്ടാളനായി പിറന്നത് എന്ന വസ്തുത അദ്ദേഹം അറിയുന്നില്ല, അദ്ദേഹത്തെ അറിയിക്കുന്ന ഒരു സംവിധാനമില്ല. അതേപോലെ തന്നെ പന്നിയാകട്ടെ, പട്ടിയാകട്ടെ, ചണ്ടാളനാകട്ടെ, ബ്രാഹ്മണനാകട്ടെ, ക്ഷത്രിയനാകട്ടെ, വൈശ്യനാകട്ടെ, ഈ തലങ്ങളിലെല്ലാം പുനർജനിക്കുന്ന ആളുകൾ കഴിഞ്ഞ ജന്മത്തിൽ ഏതൊരു നന്മ ചെയ്തിട്ടാണ്, ഏതൊരു തിന്മ ചെയ്തിട്ടാണ് താൻ ഈ ജന്മത്തിൽ ഇങ്ങനെ പുനർജനിച്ചത് എന്ന വിവരം പോലും അറിയിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. അഥവാ ഏതൊരു കർമ്മങ്ങൾ ചെയ്യുന്ന ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് അവന് നന്മയാകട്ടെ, തിന്മയാകട്ടെ, രക്ഷയാകട്ടെ, ശിക്ഷയാകട്ടെ നൽകുന്ന സ്രഷ്ടാവ് അവന്റെ കർമ്മങ്ങളെ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് നീതിയുടെ തേട്ടമാണ്, മനുഷ്യന്റെ നീതിബോധത്തിന്റെ തേട്ടമാണ്. ഒരിക്കലും അത്തരമൊരു അവസ്ഥ ഈ പുനർജന്മ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല. അതേസമയം മനുഷ്യകർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം നൽകപ്പെടുന്ന, അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആ ശിക്ഷക്ക് അല്ലെങ്കിൽ ഇന്ന രക്ഷക്ക് താൻ അർഹനാണ് എന്നൊരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുകയും കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന നീതിയുക്തമായ, നീതിയിലധിഷ്ഠിതമായ ഒരു പരലോകത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിന് പറയുവാനുള്ളത്. അഥവാ മനുഷ്യൻ മറ്റൊരു ജന്തുവായി, വർഗമായി പുനർജനിക്കുമെന്ന വീക്ഷണമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് ഏതൊരവസ്ഥയിലാണോ ഈ ലോകത്തോട് മനുഷ്യൻ വിട പറയുന്നത്, അതേ അവസ്ഥയിൽ തന്നെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും മനുഷ്യകർമ്മങ്ങൾക്കുള്ള പൂർണ്ണമായ രക്ഷയും ശിക്ഷയും നൽകപ്പെടുമെന്നും ആ അർത്ഥത്തിലുള്ള നീതി സട്ടാവിരുന്ന് ലഭിക്കുമെന്നാണ് ഖുർആൻ വളരെ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസാഇന്റെ 124-ാമത്തെ വചനം, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ മിൻ ദക്കരിൻ വഉൻസ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുളമൂന നകീറ. ആണാകട്ടെ പെണ്ണാകട്ടെ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആരാണോ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അവന് ഒരർത്ഥത്തിലും അവനോട് ഒരു തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല, അവന് സ്വർഗപ്രവേശം സാധ്യമാണ് എന്ന്. അഥവാ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ, അതും സ്രഷ്ടാവ് പഠിപ്പിച്ച വിശ്വാസവും അവൻ പഠിപ്പിച്ച രീതിയിലുള്ള സൽക്കർമ്മങ്ങളുമാണ് ഒരുത്തന്റെ മോക്ഷത്തിന്റെ നിധാനം. ആരർത്ഥത്തിലുള്ള പരലോക വിശ്വാസവും പരലോക ജീവിതവുമാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ലോകത്തെ പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് നീതിയുക്തവും പ്രമാണബദ്ധവും എന്നാണ് സഹോദരിയുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബൂബക്കർ, അട്ടപ്പാടി അഗളി. എൻ്റെ ചോദ്യം, ബൈബിളിൽ 16-ാമത്തെ അധ്യായത്തിൽ 12-13 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: സത്യത്തിൻ്റെ പുണ്യാത്മാവ് ഞാൻ പോവുകയാണ്, സത്യത്തിൻ്റെ പുണ്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ നേർവഴിയിലേക്ക് നയിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വഹിപ്പാനാവുകയില്ല. ആ പുണ്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കും. ഈ വചനം നാം സഹോദരങ്ങളോട് സംസാരിച്ചാൽ, പുണ്യാത്മാവ് എന്ന് പറയുന്നത് നാം സംസാരിക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അവർ അതിന് മറ്റൊരു രീതിയിലേക്കാണ് നമ്മളോട് മറുപടി പറയുന്നത്. ഇതിന് സംശയമുണ്ട്, നിവാരണം നൽകണം. ഒന്ന്, ഭാരതത്തിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. ചില പണ്ഡിതന്മാരുടെ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ചോദ്യമാണ്, ദുൽകിഫിരി എന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ ഭാരതത്തിൽ വന്ന പ്രവാചകനാണ് എന്ന ഒരു പ്രഭാഷണത്തിൽ കേൾക്കുകയുണ്ടായി. ഇതിൻ്റെ സത്യം എന്താണ് എന്നും അറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും. സുഹൃത്തിൻ്റെ ചോദ്യം, ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ
യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അത് എൻ്റെ ചോദ്യത്തിൽ കർത്താവ് പറഞ്ഞില്ല. 16-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 14 വരെയുള്ള